2025 മെയ് മാസം 19-ാം തീയതി ബീജിംഗിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് ചൈന നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ പാകിസ്ഥാനെ സപ്പോർട്ടായി ചൈന അവരുടെ സാറ്റലൈറ്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം നൽകിയിരുന്നു. Indian military official claimed that China provided Pakistan with air defense and satellite support during its recent skirmish with India. എന്നാൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒന്നും പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നല്ലോ എന്ന ഒരു ചോദ്യം റിപ്പോർട്ടർ ചോദിച്ചു. Said that the Chinese weapon systems performed below average. I was wondering if the foreign ministry had a comment. ബ്ലൂംബർഗിൽ നിന്നായിരുന്നു ഈ ഒരു ചോദ്യം വന്നത്. ഇതിന് ആ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ രണ്ടുപേരും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് സംസാരിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തീർച്ചയായും അവർ നൽകിയിട്ടുണ്ടാകില്ല. അദ്ദേഹം ചോദിച്ചത് ഇംഗ്ലീഷിലാണ്, ഇവർ മറുപടി നൽകിയത് മാൻഡറിനിൽ. 我想告诉你的是，印度和巴基斯坦都是中国的重要邻国，中方十分重视中印中巴关系。ഇപ്പോൾ ഇക്കാര്യത്തിലൂടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ചൈനീസ് ഇപ്പോൾ ലോക മാർക്കറ്റിൽ അവരുടെ വെപ്പൺസ് ടെക്നോളജിയിൽ വലിയൊരു തിരിച്ചടി നേരിടുന്നുണ്ട്. അവർ പറഞ്ഞ രീതിയിലൊന്നുമല്ല അവർ ടെക്നോളജീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് ചൈനീസ് ഒഫീഷ്യൽസ് എന്തുകൊണ്ട് മറുപടി പറയാൻ വിസമ്മതിച്ചു? ആ ചോദ്യത്തിന് പകരം എന്തുകൊണ്ട് മറ്റൊരു മറുപടി നൽകി? എന്തുകൊണ്ടാണെന്ന് തെളിവുകളോടുകൂടി ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, കോൺഫ്ലിക്റ്റിന്റെ ആരംഭത്തിൽ പാകിസ്ഥാൻസ് നമുക്കെതിരെ വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡ നടത്തിയിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. 3 റഫേലിനെ വെടിവെച്ച് വീഴ്ത്തിയതായും അതിനായി അവർ ചൈനയുടെ J-70, J-10C ഉപയോഗിച്ചുവെന്നും പറഞ്ഞു. അങ്ങനെ ചൈനീസ് ഏവിയേഷന്റെ സ്റ്റോക്സ് എല്ലാം ഒരല്പം വർദ്ധിച്ചു. എന്നാൽ സത്യം എപ്പോഴും പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്ത്യ ഒന്നിനു പുറമെ ഒന്നായി നിഷേധിക്കാനാകാത്ത തെളിവുകൾ നൽകാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട തെളിവ് ലാഹോർ, ലാവൽപിണ്ടി, ഈ 2 പ്രധാനപ്പെട്ട നഗരങ്ങളിലും നമ്മൾ മിസൈൽ വിക്ഷേപിച്ചു. ഈ മിസൈൽ ആക്രമണം നമ്മൾ ചെയ്യുമ്പോൾ പാകിസ്ഥാനിലുള്ള സിവിലിയൻസ് തന്നെ അത് വീഡിയോ എടുത്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉടനീളം അത് വന്നു. പ്രധാനമായും അഥംപൂർ എയർബേസ്, സർഗോദ എയർബേസ്, നൂർഖാൻ ബേസ്, ഈ 3 വ്യോമതാവളങ്ങളിലും നടത്തിയ ആക്രമണം. സർഗോദ എയർബേസിൽ വിസിബിൾ ആയി തന്നെ ആ റൺവേ നമ്മൾ ആക്രമിച്ചു. ആ റൺവേ ആക്രമിച്ചതിനാൽ അത് പൂർണ്ണമായും ഡീസ്റ്റെബിലൈസ്ഡ് ആയി. അതിൽ നിന്ന് ഏതൊരു വിമാനത്തിനും ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ സാറ്റലൈറ്റ് ഇമേജസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അടുത്തിടെ ലഭിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഇമേജിൽ ആ ഗർത്തത്തെ അവർ പൂർണ്ണമായും അടയ്ക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് സർഗോദ എയർബേസിലാണ്. അടുത്തത് നൂർഖാൻ എയർബേസ് ആക്രമണം. അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ആ വീഡിയോ ക്ലിപ്പിംഗിൽ വ്യക്തമായി കാണാം C-130 സൂപ്പർ ഹെർക്കുലസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കത്തി നശിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്ത് ലാഹോർ, റാവൽപിണ്ടി, ഈ 2 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ചില സൈനിക അസറ്റ്സ് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തെ സംരക്ഷിക്കാൻ HQ-9B എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടെ പക്കൽ നിന്നും പാകിസ്ഥാൻസ് വാങ്ങിയിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ബ്രഹ്മോസ് മിസൈൽസ് അറിയാതെ വിക്ഷേപിച്ചപ്പോൾ ആ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പാകിസ്ഥാൻസിന് ഒരു ഒഴിവ് കഴിവുണ്ടായിരുന്നു പറയാൻ. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സിറ്റീസിനെയും എയർബേസിനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരത് ഡെപ്ലോയ് ചെയ്തത് എന്ന്. അപ്പോൾ പാകിസ്ഥാനുള്ളിൽ പ്രധാനപ്പെട്ട മിലിറ്ററി അസറ്റ്സ് ഒഴികെ മറ്റ് സ്ഥലങ്ങളിൽ മിസൈൽ വരികയാണെങ്കിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു കവറേജ് തങ്ങളുടെ പക്കൽ ഇല്ല എന്നായിരുന്നു അവർ ആ സമയം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം നോക്കിയാൽ 2 പ്രധാനപ്പെട്ട സിറ്റീസ്, പാകിസ്ഥാന്റെ അണുവായുധം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന നൂർഖാൻ എയർബേസ്, ഇവയെല്ലാം ഈ ഒരു അറ്റാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയാസിൽ തീർച്ചയായും HQ-9 ഉണ്ടായിരുന്നിരിക്കണം. അതെ, തീർച്ചയായും ഉണ്ട്. HQ-9 എന്ന് പറയുമ്പോൾ HQ-9B വേരിയന്റ് ആണ് പാകിസ്ഥാൻസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. HQ-9B വേരിയന്റിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഇത് S-300 സമാനമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. കൂടാതെ അമേരിക്കയുടെ പാട്രിയോട്ടിന് സമാനമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളുടെ പക്കൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഷോർട്ട്, മീഡിയം റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് രാജ്യങ്ങളുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രായേൽ, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യം. അങ്ങനെ നോക്കിയാൽ ഈ HQ-9B എന്ന ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം S-400 പാട്രിയോട്ടുമായി തന്നെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്നത് 300 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഇന്റർസെപ്റ്റർ സ്പീഡ് എന്നത് Mach 4 ആണ്. കൂടാതെ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കോൺട്രാക്റ്റിൽ ഫ്രണ്ട് ലൈനർ ആയിരുന്നു. ഇൻഫാക്ട് തുർക്കി ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അവരുടെ രാജ്യത്തിന് വേണ്ടി ഫൈനലൈസ് ചെയ്തിരുന്നു. പിന്നെ എന്തുകൊണ്ട് തുർക്കി ഇത് വാങ്ങില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം അമേരിക്കയാണ്. തുർക്കി ഒരു നാറ്റോ കൺട്രി ആയതുകൊണ്ട്
തുർക്കിയുടെ പക്കലുള്ള മറ്റ് നാറ്റോ വെപ്പൺ സിസ്റ്റവുമായി ചൈനീസ് സിസ്റ്റംസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അമേരിക്ക പല സാങ്ഷൻസ് ഉണ്ടാക്കുകയും തുർക്കിയെ HQ-9 വാങ്ങാതാക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പോട്ടന്റായ വ്യോമ പ്രതിരോധ സംവിധാനമായി ലോകം മുഴുവനും കരുതപ്പെടുന്നുണ്ട്. ഇത് ഒരു സാധാരണ ചൈനീസ് വെപ്പൺ സിസ്റ്റം പോലെ എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊരു മാജിക് സിസ്റ്റം ആയിട്ടാണ് എല്ലാവരും കണ്ടത്. ചൈനയുടെ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റിക്ക് ഇതൊരു എക്സാമ്പിളായി തന്നെ കണ്ടു. അത്രയേറെ നമുക്കിതിനെക്കുറിച്ച് പറയാനും സാധിക്കും. കൂടാതെ ഈ ഒരു സിസ്റ്റം വെറും ലാൻഡ് ബേസ്ഡ് ടാർഗറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അവരുടെ ടൈപ്പ് 052C ക്ലാസ് ഡെസ്ട്രോയേഴ്സ്, അതായത് PLA നേവിയുടെ ഡെസ്ട്രോയേഴ്സിലുള്ള ആന്റി എയർ പ്ലാറ്റ്ഫോം തന്നെ ഈ HQ-9 ആണ്. അതിന്റെ മോഡിഫൈഡ് വേർഷനാണ് അവരുടെ വ്യോമ പ്രതിരോധത്തിനായി നേവി ഉപയോഗിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ബറാക്ക് 8 ഉപയോഗിക്കുന്നത് അതുപോലെ അവർ ഉപയോഗിക്കുന്നത് HQ-9B ആണ്. ഇത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയ ഒരു സിസ്റ്റമാണ് HQ-9B. സാധാരണ ചൈനയുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും അവരുടെ ടെക്നോളജിയെ കുറിച്ചും ഒക്കെ പലരും പറയുന്നത് സോവിയറ്റിനെ നോക്കി കോപ്പി അടിച്ചു എന്നൊക്കെ ശരി തന്നെയാണ്. എന്നാൽ HQ-9Bയെ കുറിച്ച് ആരും അത്രത്തോളം തരം താട്ടി സംസാരിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിന് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ട്. ഏറ്റവും ശക്തമായ പോർട്ടൻ എയർ ഡിഫൻസ് സിസ്റ്റം ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു സിസ്റ്റത്തെ കൊണ്ട് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെ പോലും സംരക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ മിസൈലുകളിൽ ഒന്നിനെ പോലും HQ-9 ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നടക്കാത്തൊരു സംഭവത്തെ പോലും പാകിസ്ഥാൻ ഇത്രത്തോളം അഭിമാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ നടന്നൊരു കാര്യത്തെ അവർ എന്തുകൊണ്ട് മറക്കണം? ഇന്ത്യൻ ബ്രഹ്മോസിനെയോ അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽസിനെയോ HQ-9B ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായും അതിന് വലിയ കാര്യമായി സംസാരിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും സംസാരിച്ചിട്ടില്ല. അവരുടെ വ്യോമ താവളങ്ങളെല്ലാം ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അതുകൂടാതെ കിരാന ഹിൽസിൽ പാകിസ്ഥാൻസ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നതായും അവിടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നും പറയുന്നു. എന്നാൽ ആക്രമണം ഇന്ത്യ ചെയ്തതാണോ എന്നറിയില്ല. പക്ഷേ കിരാന ഹിൽസിൽ നിന്നും പുറത്തേക്ക് വന്ന വീഡിയോസൊക്കെ അറിയാൻ കഴിയുന്നത് അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ അത് ചെയ്യാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാൻ സാധിക്കും. കാരണം അകത്തുള്ള ചില സംവിധാനങ്ങൾ അവയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇന്ത്യ ഒരു പക്ഷെ അത് ചെയ്തിട്ടുണ്ടാകണം. ഒരു ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റിയെ നമ്മൾ ആക്രമിക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ അണുവായുധങ്ങളെ കണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളെ ആക്രമിക്കണം എന്ന് ചിന്തിച്ചാൽ ഞങ്ങളത് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇക്കാര്യമാണ് പാകിസ്ഥാൻസിനെയും ഒരു സീസ് ഫയറിനുള്ളിലേക്ക് കൊണ്ടുവന്നത് എന്നും ഒരുപാട് പേർ പറയുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിരാന ഹിൽസിൽ നമ്മൾ ഒഫീഷ്യലി ആക്രമിച്ചിട്ടില്ല. അൺഒഫീഷ്യലായി എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിലുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അടുത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക. ഇത് സാധാരണയായി നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടതിന് ശേഷം വീണ്ടും ആ വീഡിയോ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആദ്യം പാകിസ്ഥാൻ സൈന്യം ഒരു മിസൈൽ ലോഞ്ച് ചെയ്യും. അതിൽ അവർ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും കാണാം. രണ്ടാമത് ഒരു മിസൈൽ ലോഞ്ച് ആകും. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒരു അല്പം ഒന്ന് മാറുന്നുണ്ട്. മൂന്നാമതും ഒരു മിസൈൽ ലോഞ്ച് ആകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ആ ലോഞ്ചറിനെ നോക്കി ഓടാൻ തുടങ്ങുന്നുണ്ട്. ഇതിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു മിസൈലാണ് അവർ ലോഞ്ച് ചെയ്തത്. ഈ 2ഉം 3ഉം ഒക്കെ അത് താനെ ലോഞ്ച് ആയതാണ്. അപ്പോൾ അവരുടെ ലോഞ്ചർ അവിടെ മാൽഫങ്ഷൻ ആയിട്ടുണ്ട്. ലോഞ്ചർ മാൽഫങ്ഷൻ ആയ വീഡിയോ അതിനെ പോലും ഡിലീറ്റ് ചെയ്യാതെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നിലവാരം കുറഞ്ഞ സാങ്കേതിക വിദ്യയോടുകൂടി അതിജീവിക്കുന്നവരാണ് പാകിസ്ഥാൻസ്. ഇവരുമായാണ് നമ്മളൊരു പ്രൊപ്പഗൻഡ വാർഫെയറിൽ ഏർപ്പെടുന്നത്. യഥാർത്ഥ കോമ്പാക്റ്റിലും നമ്മൾ ഏർപ്പെട്ടത്. ഇപ്പൊ HQ-9Bയെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തെളിവുകൾ, ഫോട്ടോസ് ഇവയെല്ലാം നമ്മൾ കണ്ടു. ഇവയെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാകും HQ-9 തീർച്ചയായും പരാജയപ്പെട്ടിട്ടുണ്ട്. 200% നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് ശേഷവും ഇവരിതിനെക്കുറിച്ച് എന്ത് പറയാൻ പോകുന്നുവെന്നറിയില്ല. അപ്പോൾ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവരുടെ ലാൻഡ് അസെറ്റ്സിനെ മാത്രം സംരക്ഷിക്കാനല്ല, അവരുടെ നേവി അസെറ്റ്സിനെയും സംരക്ഷിക്കുന്നത് ഇതാണ്. HQ-9B അവരുടെ വാർഷിപ്പിലുമുണ്ട്. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് നേവി ഉള്ളതും ചൈനയുടെ പക്കലാണ്. എണ്ണത്തിന്റെ കാര്യത്തിലാണ്. ശക്തമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത കാര്യം. പക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചൈനക്കാരാണ് നമ്പർ 1. എന്നാൽ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ അവരെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ശരിയായ രീതിയിൽ അവരെ കൊണ്ടൊരു പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഒരു പ്രതിരോധ സംവിധാനം പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അത് പൂർണ്ണമായും പ്രവർത്തിച്ചു പോലുമില്ല. ഇന്ത്യൻ മിസൈൽസിനെതിരെ അത് ശരിയായി പ്രവർത്തിച്ചില്ല. ഇതിലും ശക്തമായ മിസൈൽസ് റഷ്യൻസിന്റെ പക്കലുമുണ്ട്. ഇതിലും ശക്തമായ മിസൈൽസ് അമേരിക്കയുടെ പക്കലുമുണ്ട്. എന്തിന്? ചൈനയുടെ പക്കൽ പോലും ഇതിനേക്കാളും നല്ല മിസൈലുകൾ ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ് HQ-9 കൊണ്ട് ഫേസ് ചെയ്യാൻ സാധിക്കുക? കൂടാതെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം എന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കൺട്രി ആദ്യമായി ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ അത് എയർ ഡിഫൻസ് സിസ്റ്റത്തിലായിരിക്കും. അതിനുശേഷമായിരിക്കും എയർ സുപ്പീരിയോറിറ്റി, പിന്നെ മറ്റോരോ കാര്യമായി പോവുക. വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഏത് രാജ്യത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്. അപ്പോൾ എയർ ഡിഫൻസിൽ ഇവർ വികസിപ്പിച്ചെടുത്ത HQ-9B
ഇത്രത്തോളം നിലവാരമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത്. അതും ലോകം മുഴുവനും വലിയ രീതിയിൽ സംസാരിച്ച ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇത്രേ പ്രവർത്തിച്ചു എന്നുള്ളത് അറിയുമ്പോൾ ഇവരുടെ മറ്റ് പ്ലാറ്റ്ഫോംസ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. HQ-9Bയെ കൊണ്ട് ഏതൊരു ഇന്ത്യൻ മിസൈൽസിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ J-10Cയെ കൊണ്ട് എങ്ങനെയാണ് ഒരു എയർ സുപ്പീരിയോറിറ്റി നേടാൻ സാധിക്കുക? J-20 ശരിക്കും ഒരു സ്റ്റെൽത്തിയായ വിമാനമാണോ? അവരുടെ ഡെസ്ട്രോയർ യുദ്ധക്കപ്പലുകളെ നമ്മൾ ആക്രമിക്കുന്നതിന് 2 ബ്രഹ്മോസ് മിസൈൽസ് നമ്മൾ അയച്ചാൽ മാത്രം മതി. ഒരു ടൈപ്പ് 52 ഡെസ്ട്രോയറെ നശിപ്പിക്കാൻ നമ്മൾ 2 ബ്രഹ്മോസിന് അയച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഹമ്പന്തോട്ട തുറമുഖത്തെ അവർ ലീസിന് എടുത്തിട്ടുണ്ട്. അവിടെ ചൈനീസ് അവരുടെ വാർഷിപ്പ് കൊണ്ടുവന്ന് നിർത്തുമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ ഹമ്പന്തോട്ടയിൽ നിന്നും ട്രിവാൻഡ്രത്തിലെ ഡിസ്റ്റൻസ് ഏകദേശം 332 കിലോമീറ്റർ വരും. നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്റെ മാക്സിമം ലോഞ്ച് റേഞ്ച് എന്നത് 800 കിലോമീറ്റർ ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നും ഒരു ബ്രഹ്മോസ് ലോഞ്ച് ചെയ്താൽ ഒരു വാർഷിപ്പിന് 2 ബ്രഹ്മോസ് എന്നെടുക്കാം. അപ്പോൾ 8 വാർഷിപ്പ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ 16 ബ്രഹ്മോസ് അവസാനിച്ചു. ഹമ്പന്തോട്ടയിലുള്ള എല്ലാ വാർഷിപ്പിനെ നശിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ HQ-9Bയുടെ പ്രവർത്തനത്തിൽ ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും തുർക്കിയുടെ കാര്യം നോക്കിയാൽ അതവർക്കൊരു വലിയ തിരിച്ചടി ആയതുപോലെയാണ്. കാരണം അവർ ഫൈനലൈസ് ചെയ്ത ഒരു സിസ്റ്റമായിരുന്നു HQ-9B. അത് ഇത്രത്തോളം മോശമായി പ്രവർത്തിച്ചു എന്നുള്ളത് അവർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഒരു മോശമായ പ്രവർത്തനം കാരണം അടുത്ത ചൈന സൃഷ്ടിക്കുന്ന ഏതൊരു സിസ്റ്റവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഇത്രത്തോളം നിലവാരം പുലർത്തിയ ഇവർ 5th gen 6th gen ഒക്കെ നോക്കി പോകുന്നുണ്ട്. S-300 കമ്പയറബിൾ ആയ ഒരു സിസ്റ്റമാണ് HQ-9B. അതിനെ പോലും പൂർണ്ണമായി നിലവാരത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഈ 6th gen ഒക്കെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങളുടെ പക്കൽ 5th gen ഉണ്ടെന്നും പറയുന്നു. അതും ശരിയായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? റഷ്യയുടെ ഒരു ഡ്രോൺ മേക്കറുമായി ചൈനയുടെ എക്സിക്യൂട്ടീവ് ഇരുന്ന് ഒരു ഇന്റർവ്യൂ എടുത്തു. ചൈനക്കാർ ഇപ്പോൾ ഡ്രോൺ ടെക്നോളജിയിൽ വികസിക്കുകയാണ്, ഉയരങ്ങളിലേക്ക് പോവുകയാണല്ലോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ആ റഷ്യയുടെ ഡ്രോൺ മാനുഫാക്ചർ പറഞ്ഞ ഒരു മറുപടി, അല്ലല്ല, ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം വാർ മെഷീൻസ് അവർ പാവകളെ പോലെയാണ് നിർമ്മിക്കുന്നത്. ഒരു വാർ മെഷീൻ എന്നത് മണ്ണ്, ചെളി, കല്ല് എന്തിലും പ്രവർത്തിക്കണം. എന്നാൽ ചൈനയുടെ വെപ്പണറി കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഒരു യുദ്ധത്തിന് ഒരിക്കലും ഒരു അനുയോജ്യമല്ല. ഇതിന് റീസണും അദ്ദേഹം പറഞ്ഞു. ചൈനീസിന് കഴിയുന്നത്ര കോമ്പാക്ട് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു രാജ്യം മിലിറ്ററി ടെക്നോളജീസ് നിർമ്മിക്കുമ്പോൾ അതിന്റെ വെപ്പണറീസ് അത്രത്തോളം തന്നെ നിലവാരം പുലർത്തുന്നതായിരിക്കും. ആ ഇന്റർവ്യൂർ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചു. കോമ്പണൻസിനെ സംബന്ധിച്ച് ഈ ചൈനീസ് കോമ്പണൻസ് അല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രോൺസിന് വേണ്ടിയൊക്കെ. അപ്പോൾ ചൈനീസ് കയറ്റുമതി ചെയ്യുന്ന ഡ്രോൺ പാർട്സ് നമ്മൾ വാങ്ങി നമ്മളും ഡ്രോൺസ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ചൈന സുപ്പീരിയർ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, കോമ്പണൻസിനെ സംബന്ധിച്ചിടത്തോളം അത് മാനുഫാക്ചർ ചെയ്യുന്നു, സത്യം തന്നെയാണ്. ഉക്രൈന് വെസ്റ്റേൺ കോമ്പണൻസ് ആണ് ഉപയോഗിക്കുന്നത് ഡ്രോൺ മാനുഫാക്ചറിന് വേണ്ടി. കൂടുതലായും വെസ്റ്റേൺ പ്ലാറ്റ്ഫോംസ് ആണ്. 90% വെറും 10% മാത്രമാണ് ചൈനീസ് കോമ്പണൻസിനെ അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ കോമ്പണൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചൈനീസ് ചിപ്സ് എന്നത് ഒരളവിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, കോസ്റ്റ് ഫ്രീ ആയിട്ടും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ചിപ്സ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഒരു വെപ്പൺ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് അവർക്കറിയാത്തത്. ആ ഒരു സ്ഥലത്താണ് ചൈനക്കാർ ലാഗ് ആകുന്നത്. നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ഉള്ള കാരണത്താൽ ആക്റ്റീവ് കോമ്പാക്റ്റിൽ ഉക്രൈനുമായി യുദ്ധം ചെയ്യുന്നു. അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ വാർഫെയറിലൂടെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ഏതൊക്കെ കോമ്പണൻസ് എങ്ങനെയെല്ലാം അസംബിൾ ചെയ്യണമെന്ന്. ഇതൊക്കെയാണ് ഈ വ്യക്തി പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ചൈനീസ് ഒരുപാട് ടെക്നോളജീസ് അവരുടെ രാജ്യത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ഈ ലാക്ക് ഓഫ് കോമ്പാക്ട് എക്സ്പീരിയൻസ് എന്നത് അവർ നിർമ്മിച്ച ഓരോ കോമ്പണൻസിലും അല്ലെങ്കിൽ ടെക്നോളജീസിലും അറിയാൻ സാധിക്കുന്നുണ്ട്. അവർ നിർമ്മിക്കുന്ന വെപ്പൺസ് ഒക്കെ പേപ്പറിൽ നന്നായി തോന്നുന്നുണ്ട്, എന്നാൽ ആക്ച്വൽ കോമ്പാക്ട് എന്ന സാഹചര്യം വരുമ്പോൾ ഇവയെല്ലാം വളരെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുന്നു എന്നാണ് റഷ്യൻ പ്രൊപ്പഗൻഡ ചാനൽസ് പുറത്തു വന്ന ന്യൂസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവസാനമുള്ളൊരു ചോദ്യം, അത് നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇത്രയേറെ എവിഡൻസസ് നമ്മൾ നൽകിയിട്ടുണ്ട്, ഏതൊക്കെ എയർബേസസിൽ എങ്ങനെയെല്ലാം ആക്രമിക്കപ്പെട്ടു എന്ന് എല്ലാത്തിൻ്റെയും ഒരു തെളിവ് നൽകിയിട്ടുണ്ട്. ഇവിടെ HQ-9B ഇന്ത്യയുടെ ഏതൊരു മിസൈലിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ശരിയായി നിർമ്മിക്കാൻ സാധിക്കാത്ത ചൈനക്കാർ 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നല്ലോ, അതെങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.